ഹലോ മക്കളെ, വിഷ്ണുമായ ടീച്ചറാണ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അടിവരയിട്ട പദത്തിന്റെ അർത്ഥം കണ്ടെത്തുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണാറില്ലേ, ചില അടിവര ചോദ്യങ്ങൾ. അത്തരം ചില ചോദ്യങ്ങളാണ്. എന്റെ ഓരോ കാൽവെപ്പിലും അമ്മ ഇപ്പോ തലതിരിഞ്ഞു നോക്കുമെന്ന ആശ ഞെരിഞ്ഞമർന്നുകൊണ്ടിരുന്നു. ഇവിടെ അടിവരയിട്ട പ്രയോഗത്തിൽ പ്രകടമാകുന്ന ഭാവം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പ്രതീക്ഷ, ആകാംക്ഷ, നിരാശ, ഉത്കണ്ഠ. ഏതാണ് ഉത്തരം? നിരാശയാണ് അല്ലെ. അടുത്ത ചോദ്യം നോക്കൂ. പാതയുടെ ഇരുപാടും കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങൾ. ഇവിടെ കണ്ണെത്താ ദൂരത്തോളം എന്നുള്ളതിന്റെ അർത്ഥം ഏതാണ്? വിസ്തൃതമായത്, വളരെ വിസ്തൃതമായത് എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഇതേതാണ്? ശാന്തിനികേതനത്തിലുള്ള ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം തഥാഗത എന്നുള്ള കഥാഭാഗത്തിലെ ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കൂ. വെറുതെ ആ കറുത്ത ആകാശശൂന്യതയിലേക്ക് കണ്ണുമിഴിച്ച് ഞാൻ കിടന്നു. അടിവരയിട്ട പദം ആകാശശൂന്യതയാണ്. പദം വിഗ്രഹിച്ചാൽ, വിഗ്രഹ രൂപമാണ് ചോദിച്ചത്. ആകാശവും ശൂന്യതയും, ആകാശത്തെ ശൂന്യത, ആകാശം എന്ന ശൂന്യത, ആകാശമാകുന്ന ശൂന്യത. ഇവിടെ ഏതാണ് ഉത്തരമായി വരുന്നത്? ആകാശത്തെ ശൂന്യതയാണ് കേട്ടോ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ചിലപ്പോൾ പദമായിരിക്കാം, ഭാവമായിരിക്കാം. ഇങ്ങനെ പല ചോദ്യങ്ങൾ എന്ത് ചെയ്യണോ ഈ ഒരു രീതിയിൽ നമ്മളോട് ചോദിക്കും. അപ്പൊ പഠിച്ചു വെക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യ വിഭാഗം തന്നെയാണ്.